ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രീസ്, FNO ട്രേഡേഴ്സ്, ബിഗ് ബുൾസ് ഇൻ മാർക്കറ്റ്, ഇവരൊക്കെ ഇവരുടെ ഓർഡേഴ്സ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് നമുക്കറിയാമോ? അതറിഞ്ഞാലേ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് എൻട്രി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയണ്ടേ? അത് നമുക്ക് വീഡിയോയുടെ വിളിക്ക് പോകാം. വാച്ച് ഫുൾ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇന്ന് പക്ക അങ്ങനത്തെ ഒരു എൻട്രി ആണ് വന്നതാണത്. അപ്പോൾ എല്ലാവർക്കും ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. ടോട്ടൽ നമുക്കിന്ന് 6 എൻട്രീസാണ് ഉണ്ടായിരുന്നത്. 6 എൻട്രികളിൽ 2 ഡയറക്റ്റ് എസ്എല്ലാണ്, 2 ഫുൾ ടാർഗറ്റാണ്, 2 1:2 1:1 ട്രേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ടെലിഗ്രാമിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതൊന്ന് രാവിലെ ഞാൻ കൊടുത്തത് നമ്മുടെ എൻട്രിയാണ്. നമുക്ക് കാണാം 2 ക്യാൻഡിലും കൊടുത്തിട്ടുണ്ട്, ബൈയും സെല്ലും, ബയ്യേഴ്സ് ക്യാൻഡിൽ, സെല്ലേഴ്സ് ക്യാൻഡിൽ, സെല്ലേഴ്സ് റിയേഷൻ ക്യാൻഡിലാണത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ പിന്നെ കാണിച്ചാണത്. ഒരു 100 രൂപ അസംഷൻ പ്രൈസ് എടുത്തോളൂ. അതും ഇങ്ങനത്തെ ഒരു ഫോർമേഷനിൽ ബയ്യേഴ്സ് ക്യാൻഡിലും സെല്ലേഴ്സ് ക്യാൻഡിലും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി. അതായത് ബയ്യേഴ്സ് മുകളിൽ നമ്മൾ 11 മുകളിൽ ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ചെയ്യണം, മുകളിൽ ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് മുകളിൽ വരണം. ബയ്യേഴ്സിൻ്റെ ബോഡി ക്ലോസ് മുകളിൽ അതേ ലെവലിൽ കിട്ടണം. അതേപോലെ സെല്ലേഴ്സിൻ്റെ ബോഡി ക്ലോസ് ആ 100 രൂപ പ്രൈസിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻട്രി പോയിൻ്റ് ആണത്. നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. ബൈ ഇൻ മാർക്കറ്റ്, ഒന്നെങ്കിൽ മാർക്കറ്റ് ഓർഡർ, സെല്ലേഴ്സിൻ്റെ ബോഡി ക്ലോസ് വന്ന ക്യാൻഡലിൻ്റെ മാർക്കറ്റ് ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ വരെയുള്ള നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ പ്രൈസിന് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്, അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാം 8:15 ഞാൻ ഈ ട്രേഡ്സൊക്കെ കൊടുത്തത്. 4 ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 24,700, 24,800, 53,500, 53,500 CB. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്തോ, ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യണ്ട. ബിൽഡ് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ട്രേഡ് എടുപ്പിക്കണത്, ഞാനല്ല ട്രേഡ് എടുപ്പിക്കണത്. മെയിനായിട്ട് മനസ്സിലാക്കുക, നമുക്ക് കണ്ടീഷൻസ് മാത്രം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങളുടെ മൈൻഡിൽ വെക്കുക ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻട്രി പോയിന്റ് എങ്ങനെ ട്രേഡ് എടുക്കണം, എങ്ങനെയാണ് ആ പൊസിഷൻ കീപ്പ് ചെയ്യേണ്ടത്, SL എങ്ങനെയാണ്, നിങ്ങൾ എത്ര പ്രോഫിറ്റ് എടുക്കണം, എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റിനെ കൊടുത്ത് 24,800 പീരായിരുന്നു. നിങ്ങൾക്ക് കാണാം 8:17 കൊടുത്ത ട്രേഡാണ്. 163.80 മുകളിലേക്ക് പോകുമ്പോൾ ട്രേഡ് ആക്ടിവേറ്റ് ആവും. സെല്ലർ സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ മേടിക്കുക, അത്രേ ഉള്ളൂ ആ ട്രേഡിൻ്റെ റൂൾസ്. നമുക്കത് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് കാണാം ഇന്ന് 16-ാം തീയതിയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 16-ാം തീയതിയാണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് 163.80 മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലർ സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് കറക്റ്റായിട്ട് കാണാം ഈ 163 മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ബയ്യേഴ്സ് ക്ലോസ് ചെയ്തു. ഈ പച്ച ക്യാൻഡിൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബോഡി ക്ലോസ് ആണ് കേട്ടോ പറയണത്. ബയ്യേഴ്സ് ബോഡി ക്ലോസ് ചെയ്ത ശേഷം നമുക്കൊരു റെഡ് ക്യാൻഡിൽ ഇടണം. ആ റെഡ് ക്യാൻഡിൽ ഫസ്റ്റ് വന്നത് ഇവിടെയാണ്. ഈ റെഡ് ക്യാൻഡിൽ 9:18 വന്നു. അപ്പോൾ നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയി. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആ റെഡ് ക്യാൻഡിൽ വന്നതോടുകൂടി നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയി. അപ്പോൾ മേടിക്കണവർക്ക് ഇതിനിപ്പോൾ ഇതേ പ്രൈസിന് 176.80 മേടിക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറിൽ മേടിക്കാം, അല്ലെങ്കിൽ ഈ പ്രൈസ് എങ്ങോട്ട് പോകണു, നിങ്ങൾക്കൊരു അഫോർഡബിൾ റേറ്റ് എവിടെയാണ് അതിൻ്റെ ഉള്ളിൽ മേടിക്കുക. മോളിക്ക് പിന്നെ മേടിക്കരുത്, മോളിക്ക് പോകുമ്പോൾ ഇവിടെ മേടിക്കരുത്. ഇതിൻ്റെ അടിയിൽ തന്നെ മേടിക്കുകയാണെങ്കിൽ അത്ര നമ്മൾ ചിന്തിക്കണ്ടോ. അത് മോളിക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൂടും, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ 10 പോയിന്റ് കൊടുക്കണതിന് ഒരു കാര്യം ഉണ്ടാവും, മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെല്ലേഴ്സ് റിലേഷൻ വരുമ്പോൾ മേടിക്കുക. ഈ ട്രേഡ് ഇപ്പോൾ 176.70 കിട്ടിയവരുണ്ടാവും. അതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 170.15 രൂപ കിട്ടിയവരുണ്ടാവും. ഈ ട്രേഡ് അത്രയും ഡിമാൻഡ് പ്രൈസ്, ഡിസ്കൗണ്ട് പ്രൈസ് എനിക്ക് അത് വന്നിട്ടുണ്ട്. 170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 163 മേടിക്കാൻ പറഞ്ഞത്. 170 ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ്. അവിടെ നിന്ന് 10 പോയിന്റ് SL ഇട്ട് നിങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെല്ലർ സ്കാനിൽ വരുമ്പോൾ അവിടെ നിന്ന് മേടിക്കുക. 10 പോയിന്റ് SL ഇടുക, മേടിക്കുക. നിങ്ങൾക്ക് പിന്നെ കാണാം അതൊരു 50 പോയിന്റ് കറക്റ്റ് ടാർഗറ്റ്. ഞാൻ പറഞ്ഞ പോയിന്റ് 50 പോയിൻ്റാണ്. 50 പോയിന്റ് ടാർഗറ്റിലേക്ക് പോയി. 1:5 വെച്ചായി. എല്ലാവരും പ്രോഫിറ്റിലാവും. ഫസ്റ്റ് ട്രേഡാണ് കേട്ടോ, ഫസ്റ്റ് ട്രേഡാണ് ഇന്നത്തെ. ഗ്രൂപ്പിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയത് പറഞ്ഞ് ഇനി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് സെർച്ച് ചെയ്യാം. ഇതൊന്നും ഫേക്ക് അല്ല, റിയൽ ടൈമിൽ നടക്കുന്ന റിയൽ മാർക്കറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 50 പോയിന്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും 50 പോയിന്റ് എടുക്കാൻ ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങളൊരു 1:1 എടുത്ത് കഴിഞ്ഞാലും ഒരു 30 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല എക്സ്പേർട്ട് ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 1:5 1:3 വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് തരും, അത് എടുക്കുക, ബുക്ക് ചെയ്യുക, പോവുക. പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ആകുന്നത് 53,500 പി ആണ്. 480 പറഞ്ഞതാണ് ഞാൻ 8:18. ഇപ്പം ഞാൻ ഇതൊക്കെ രാവിലെ കൊടുത്ത ട്രേഡാണ്, 8:30 കൊടുത്ത ട്രേഡാണ്. നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് സെല്ലേഴ്സ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സെല്ലേഴ്സ് ക്ലോസ് ചെയ്തേക്കണത് ഈ ക്യാനിലാണ്. ഈ ക്യാനിൽ എവിടെ നിൽക്കണത് 503 നിൽക്കുന്നത്. ഞാൻ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 479.90. അപ്പോൾ 503 479.90 10-30 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തിരി ഡിസ്കൗണ്ട് പ്രൈസിക്ക് വെയിറ്റ് ചെയ്യുക. അടിയിലേക്ക് കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുമ്പോൾ നിങ്ങൾ എടുത്തോ, മനസ്സിലായില്ലേ? ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിലാണ്. ഇനിയിപ്പോൾ അഗ്രസീവ് ട്രേഡേഴ്സിൻ്റെ മുകളിലേക്ക് എടുക്കാം. അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു 20 രൂപ പ്രോഫിറ്റ് കണ്ടിട്ടാണ്, അത് 1:1 അവിടെ കണ്ടിട്ടാണ് അടിയിലേക്ക് കറക്റ്റ് സെല്ലേഴ്സ് റേഷ്യോ വന്നോടത്തുനിന്ന് എടുത്തവർക്കാണെങ്കിലും ഒരു 20 രൂപ പ്രോഫിറ്റ് ഉണ്ട്, 1:1 ഉണ്ട്. ഇനിയിപ്പോൾ ലിമിറ്റ് ഓർഡർ വെയിറ്റ് ചെയ്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഇടയിൽ നിന്ന് എടുത്തവർക്കാണെങ്കിലും ഈസി ആയിട്ടൊരു 1:2 പ്രോഫിറ്റ് 40 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയണത് പിന്നെ പറയണത് 1:1 എടുത്ത് പഠിക്കുക, 20 പോയിൻ്റ് എടുത്ത് പഠിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ടാർഗറ്റ് അടിക്കാത്തതുകൊണ്ടല്ല 20 പോയിൻ്റ് പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നമുക്ക് 2 ഡയറക്റ്റ് SL എന്ന ട്രേഡാണ്. ഈ 2 ഡയറക്റ്റ് SL എന്ന ട്രേഡിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രീസ് പ്രോപ്പർലി വന്നേക്കണത്. അതായത് മാർക്കറ്റിനൊന്ന് മൂവ് ചെയ്യാൻ പറ്റിയത് ഈ എൻട്രീസ് ശേഷമാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. ഈ ട്രേഡ് നോക്കി നോക്ക്. 53,500 CE 53,500 CE ഞാട്ടെടുത്തത് 8:19 684 മുകളിൽ മുമ്പ് മേടിക്കാനാണ് പറഞ്ഞത്. ഞാൻ രാവിലെ 8:30 കൊടുത്ത ട്രേഡാണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ ഡയറക്റ്റ് SL ആണത്. കറക്റ്റ് നമുക്ക് ഒരു ട്രേഡ് ആക്ടിവേറ്റ് ആയി SLക്ക് ഡയറക്റ്റ് പോകുന്നു. വേറെ വർത്താനൊന്നുമില്ല. 30 പോയിൻ്റ് അവിടെ SL പോയി, അല്ലെങ്കിൽ 20 പോയിൻ്റ് അവിടെ SL പോയി, ഡയറക്റ്റ് SL. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കേസ് പിന്നെന്താണെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടൈപ്പ് എൻട്രീസ് ആണ് ഈ എൻട്രി വരുന്നത്. ഈ SL വന്നേക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് SL ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേ ലെവലിലേക്ക് പിന്നെയും പ്രൈസ് വരികയാണെങ്കിൽ മുകളിൽ പിന്നെയും സെല്ലേഴ്സ് റേഷ്യോ നോക്കി മേടിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പ്രൈസിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് അതായത് SL അടിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:57. ഈ ടൈമിൽ PEയിൽ നമുക്കൊരു ട്രേഡ് ആക്ടിവേറ്റ് ആയിരുന്നു. അതായത് നമുക്ക് അവിടെ 9:57 ക്യാനിൽ ഇവിടെ നിൽക്കണത്. പിന്നെ PEയിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയത് ഇവിടെയാണ് 10:02. PEയിലത്തെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. ഇനി അവിടെ ഇട്ടുണ്ട് ഇപ്പോൾ 53,500 CE. അത് പിന്നെയും അത് SL അടിച്ച ശേഷം ഞാൻ അപ്പം തന്നെ പറഞ്ഞാണ് അഗെയിൻ ബൈ ക്യാൻഡിൽ ക്ലോസ് ദാറ്റ് പ്രൈസ് എബോവ്. എൻ്റെ പ്രൈസിൻ്റെ മുകളിൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാം. CEയിലത്തെ കാര്യം അപ്പോൾ തന്നെ ഞാൻ ഇട്ടതാണ്. നമുക്ക് ടൈം വേണം. അത് 9:52 ഇട്ടു. 10:02 ഞാൻ ഇട്ടു. 53,500 PE ബൈ 438.70 സെല്ലേഴ്സ് ക്യാൻഡിൽ വാച്ച്. മനസ്സിലായില്ലേ? ഈ ക്യാനിൽ ഈ 10:02 ഈ ക്യാനിൽ വന്നപ്പോഴാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയത്. ആക്ടിവേറ്റ് ആയപ്പോൾ ഞാൻ ഡയറക്റ്റ് SL വന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഇതേ ട്രേഡ് SL ഹിറ്റ് 53,500 PE SL ഹിറ്റ് ഇട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അത് 10:09 SL ഹിറ്റ് നിന്ന് അടിച്ചു. 10:11 തന്നെ ഞാൻ പറഞ്ഞു അഗെയിൻ ലുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഗെയിൻ വാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത് PEനെ അഗെയിൻ വാച്ച് ചെയ്യാൻ, CEനും വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. CEനും വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, PEനും വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടൻ്റ് റോള് ഉണ്ട്. നമുക്ക് CEയിൽ SL അടിച്ചു, PEയിൽ SL അടിച്ചു. സാധാരണ ഈ SLകൾ വന്നതിന് ശേഷം ബാക്കി ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു എൻട്രി വേറെ ഏതെങ്കിലും പ്രൈസിൽ എവിടെയെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് നടന്നാലാണ് പിന്നെ എൻട്രി ചെയ്യുക. നമ്മൾ അങ്ങനെയല്ല ചെയ്യണത്. നമ്മൾ അതേ സെയിം പ്രൈസിൽ SL അടിച്ച അതേ പ്രൈസിൽ തന്നെയാണ് പിന്നെ എൻട്രി. ഞാൻ ഈ കഥയൊക്കെ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്. ഈ SL അടിക്കണ നേരത്ത് നിങ്ങൾ ഓർക്കേണ്ട കേസ് അവിടെ നിങ്ങൾക്ക് ഇനിയൊരു എൻട്രി ഉണ്ട്. SL അടിച്ചു കഴിഞ്ഞാൽ അഗെയിൻ അവിടെ എൻട്രി വരും. ആ എൻട്രിയിലേക്ക് കയറിക്കോളുക എന്നാണ് പറയണത്. നിങ്ങളത് ഇന്നല്ല എല്ലാ ദിവസവും ഓർത്ത് വെച്ച് പെട്ടെന്ന് അടിക്കുന്ന SLകൾ ഞാൻ പറയുന്ന പ്രൈസിൽ പെട്ടെന്ന് അടിക്കുന്ന SLകളാണെങ്കിൽ അതിൽ അഗെയിൻ എൻട്രി ചെയ്യുക. പ്രൈസ് എൻ്റെ മുകളിലേക്ക് വന്ന് സെല്ലേഴ്സിൽ റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻട്രി. നിങ്ങൾക്ക് ബ്ലാസ്റ്റിംഗ് ട്രേഡ് കിട്ടും അവിടെ. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. കാര്യം അതിൻ്റെ ഉള്ളിൽ പെട്ടാലും നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ വരും.
ഇപ്പോൾ ഇതിൽ കാണാം നിങ്ങളിപ്പോൾ ഇതേ പ്രൈസിൽ പിന്നെ ഒരു സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു. നിങ്ങൾ ഡയറക്റ്റ് കയറുക. എങ്ങനെ ഡയറക്റ്റ് കയറുന്നത്? 438.70 തന്നെ നിങ്ങൾക്ക് എൻട്രി കിട്ടും. ഞാൻ പറഞ്ഞു 438.70 മുകളിലേക്ക് സെല്ലേഴ്സ് സ്കാനിൽ ക്ലോസ് ചെയ്യുന്ന അപ്പനെ കയറുക. സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു 438.70 മുകളിലേക്ക് തന്നെ നിങ്ങൾക്ക് എൻട്രി കിട്ടും. കറക്റ്റ് ലിമിറ്റ് ഓർഡറിൽ എൻട്രി. ആ എൻട്രിയാണ് നിങ്ങൾക്ക് 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ആണെന്നുള്ളത്. ഇത് ആക്ച്വലി 2 ക്യാൻഡിലുകൊണ്ട് തന്നെ 130 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഉണ്ട് ഇവിടെ വരെ. ഇതൊരു 30 പോയിൻറ്റിൻ്റെ ക്യാൻഡിലാണ് ഈ ലാസ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു പുഷിന് 130 പോയിൻറ്റ് വരെ പോയിട്ടുണ്ട്. നമ്മൾ 100 പോയിൻ്റാണ് സംസാരിക്കുന്നത്. ടോട്ടൽ 130 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് അവിടെ. പക്ഷേ ഇതേ സംഭവം സിയിൽ എന്ന് സംഭവിച്ചാൽ നോക്ക്. സിയിൽ നിങ്ങൾക്ക് കാണാം ഇത് ഡയറക്റ്റ് എസ്സിലാണ്. ഈ എസ്സിന് ശേഷം ഇതേ പ്രൈസിൽ പിന്നെയും മേടിക്കാൻ പറഞ്ഞു. പക്ഷേ പ്രൈസിൽ നിന്ന് സംഭവിച്ചാൽ അവിടെ എത്തി റിജക്ട് ചെയ്ത് അടിക്കുക വരെ ചെയ്തത്. മനസ്സിലായല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇന്ന് പി ഇ സൈഡിലേക്കാണ് പോണത്. അത് നമുക്ക് വ്യക്തമാണ്. ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇ സൈഡിലാണ്. കറക്റ്റ് ആ ട്രേഡ് എടുത്തവർക്ക് ഇന്ന് കറക്റ്റ് ലാഭമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അത്രയും പ്രോപ്പർ എൻട്രി. ഇവിടെ ആരും എൻട്രി എടുക്കില്ല. അതായത് പി ഇ സൈഡും സി ഇ സൈഡും സി ഇ സൈഡും രണ്ടും എസ് എൽ ഹിറ്റാണ് നമുക്കും. ഇനിയിപ്പോൾ ഇവിടെ ഇവർക്കൊക്കെയും പി ഇ സൈഡും സി ഇ സൈഡും രണ്ട് എസ് എൽ ഹിറ്റാണ് എല്ലാവർക്കും. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു കയറുമ്പോൾ ഇതേ പ്രൈസിൽ ഞാൻ പറഞ്ഞ വലിയൊരു കാര്യമാണത്. ഒരു ടാക്ടിക്സും കൂടിയാണത്. നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് അടിച്ച സ്ഥലത്ത് തന്നെ പിന്നെ എൻട്രി എടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് എൻട്രി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പമാണ് ഈ പ്രോഫിറ്റിക്ക് പോണത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ റീറ്റെയിലേഴ്സ് വിചാരിച്ച് ഈ ക്യാൻഡിൽസ് ഒന്നും ഉണ്ടാവില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഇങ്ങനത്തെ ഓരോ ക്യാൻഡിൽസ് തന്നെ ബിൽഡ് ചെയ്യണം. എന്നാലാണ് കിട്ടുള്ളൂ ഇതൊക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് 438 വൺ വേ പോലെ തന്നെ ഇത് ഒരു 97 പോയിൻറ്റ് നേരെ കയറിയിട്ടാണ് പിന്നെ ഇത് റിജക്റ്റായി വന്ന് പിന്നെയാണ് ടാർഗറ്റിക്ക് പോയത്. ഇത് വൺ വേയിലാണ് നമുക്കൊരു 97 പോയിൻറ്റിക്ക് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ റിജക്റ്റ് ചെയ്ത് പതുക്കെയാണ് ഫുൾ ടാർഗറ്റിക്ക് പോയത്. 97 പോയിൻറ്റ് വൺ വേയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര എൻട്രീസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യണത്. കാര്യം ടെലിഗ്രാം ഫ്രീ ആണെങ്കിലും അടിപൊളി എൻട്രീസാണ് കൊടുക്കണത്. നിങ്ങൾ എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ടാർഗറ്റിക്ക് നമ്മൾ പോയിരിക്കും. നമ്മളുടെ എൻട്രീസൊക്കെ വരുന്നത് ഈ ലെവലാണ്. ഫസ്റ്റ് മനസ്സിലാക്കുക. എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മൾ ടാർഗറ്റാണെന്ന് വെറുതെ പറയണതല്ല. നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്ന് വെറുതെ പറയണതല്ല. നമ്മുടെ ലെവൽസ് അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഇനി ഉണ്ടായിരുന്ന ട്രേഡ് 24,800 പി ഇ നിഫ്റ്റിയിലാണ്. നമ്മൾ ഓൾറെഡി 50 പോയിൻ്റ് അടിച്ച സ്ട്രൈക്കാണ് അത്. അതിൽ ഞാൻ വേറൊരു എൻട്രി പോയിൻ്റ് കൊടുത്തതായിരുന്നു 235.40. 235.40 മുകളിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി എടുക്കാമെന്ന് തന്നെ പറഞ്ഞത് ഞാൻ. ഇവിടെ നമുക്ക് കാണാം ഈ പോയിന്റിലാണ് 235.35 സെല്ലേഴ്സ് സ്കാനിൽ വന്നവർ ഡയറക്റ്റ് എൻട്രി എടുത്തവർക്ക് 1:1, അതായത് 17 പോയിൻറ്റ് അല്ലെങ്കിൽ 10 പോയിൻറ്റ് മിനിമം എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ട്രേഡും പോയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇതേ ലെവല് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയണത്. ഞാൻ പറഞ്ഞ പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിൽ പോയി, ഇൻ കേസ് സ്റ്റോപ്പ് ലോസിൽ പോയി കഴിഞ്ഞാൽ അതേ ലെവലിലേക്ക് പിന്നെയും പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച പ്രൈസ്, ആ പ്രൈസിൻ്റെ മുകളിലേക്ക് പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും എൻട്രി ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എൻട്രി എടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിലാണ് ക്ലോസ് ചെയ്തത്. ബോഡി ക്ലോസ് സെല്ലേഴ്സിൻ്റെ അടിയിലാണ്. പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, പക്ഷേ ബോഡി ലോസ് സെല്ലേഴ്സിൻ്റെ അടിയിലാണ്. പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, ബോഡി ലോസ് സെല്ലേഴ്സിൻ്റെ അടിയിലാണ്. പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, പിന്നെ സെല്ലേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ബോഡി ക്ലോസ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കണ സിനാരിയോ? ഇവിടെ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ബയേഴ്സും സെല്ലേഴ്സും ആ പ്രൈസിലാണ് ഫൈറ്റ് നടക്കുന്നത്. അതായത് 235.40 എന്ന് പറഞ്ഞ പ്രൈസിൽ വൺ ഫൈറ്റാണ്. ഈ ടൈമിൽ സെല്ലേഴ്സ് അതായത് സെല്ലേഴ്സ് ലൂസാവണം, ബയേഴ്സ് വിൻ ചെയ്യണം. അങ്ങനത്തെ ഒരു സിനാരിയോ സംഭവിച്ചാലാണ് ബുള്ളിഷ് ആവുള്ളൂ. ആ പ്രൈസ് ബുള്ളിഷ് ആവണമെങ്കിൽ ബയേഴ്സ് വിൻ ചെയ്താലേ നടക്കുള്ളൂ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതെന്താണ്? ഇതിനൊക്കെ ഈ ക്യാൻഡിലിനൊക്കെ മുകളിൽ ക്ലോസ് ചെയ്തോടെ, ഈ റെഡ് ക്യാൻഡിലിന് മുകളിൽ ക്ലോസ് ചെയ്തോടെ, ഇവിടെ ക്ലോസ് ചെയ്തോടെ, ഇവിടെ ക്ലോസ് ചെയ്തോടെ, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്തോടെ. പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഫൈറ്റാണ് നടക്കുന്നത് ബയേഴ്സ് സെല്ലേഴ്സ് തമ്മിലുള്ളത്. ഈ ബയേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ ഒരു ബുള്ളിഷിലേക്ക് ആ പ്രൈസിന് വരണം എന്നാണ് വിചാരം. പക്ഷേ എന്ന് വെച്ചാൽ സെല്ലേഴ്സ് ഒറ്റയടിക്ക് അത് താഴത്തേക്ക് ഇറക്കുക ചെയ്യണത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് സെല്ലേഴ്സ് ഇറങ്ങണം, അവരുടെ ഓർഡേഴ്സ് ക്ലിയർ ചെയ്ത് ഇറങ്ങിയാലേ ഉള്ളൂ ബാക്കി ആൾക്കാർക്ക് എൻട്രി. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ഇതിനൊക്കെ ഓരോ ലോജിക്ക് ഉണ്ട്. ഞാൻ പറയുന്ന കാര്യത്തിനൊക്കെ ഒരു ലോജിക്ക് ഉണ്ട്, കാരണങ്ങളുണ്ട് എല്ലാത്തിനും. എൻട്രി എടുക്കണതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തു, ഇവിടെ എൻട്രി എടുത്തതിന് കാരണമുണ്ട്. ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. ആ സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യേണ്ട ഫലമായിട്ടാണ് 1:1 നിങ്ങൾ അടിച്ചാണത്. വേണമെങ്കിൽ എൻ്റെ ടാർഗറ്റിക്ക് അവിടെ നിന്ന് പോകാം. പക്ഷേ എന്ന് വെച്ചാൽ ഒരു പ്രഷർ ഉണ്ട് അവിടെ, പെട്ടെന്ന് സെല്ലേഴ്സ് ക്ലോസ് ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു പ്രഷറിൽ ബയേഴ്സ് ഇത്തിരി പുഷ് ചെയ്തും പ്രൈസിനെ മുകളിൽ കൊണ്ടുപോയി. പക്ഷേ സെല്ലേഴ്സ് പിന്നെ താഴത്തേക്ക് ഇട്ട് SLക്ക് വന്നു. പക്ഷേ 1:1 അവിടെ കിട്ടിയിട്ടുണ്ട്. SLക്ക് വന്ന ശേഷം പിന്നെ ആ പ്രൈസ് മുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യുന്നത് വേണം. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് അവിടെ ലൂസ് ചെയ്യാണ്, ബയേഴ്സ് അവിടെ വിൻ ചെയ്യാണ്. സെല്ലേഴ്സിൻ്റെ മുകളിലുള്ള ബയേഴ്സിൻ്റെ വിജയമാണ് അത്. ബേസിക്കലി ഇതൊരു ക്യാഷ് ഇറക്കിയിട്ടുള്ളൊരു മാർക്കറ്റാണല്ലോ. ക്യാഷാണ് ഇതിൻ്റെ ഉള്ളത്തെ ആൾ. അപ്പം അങ്ങനത്തെ എൻട്രി എടുക്കണമെങ്കിൽ നിങ്ങളിത് പഠിക്കണം. അപ്പോൾ ഇവിടെ ഒരു സെല്ലേഴ്സ് റേഷൻ കിട്ടിയ ശേഷം നമുക്ക് പിന്നെ എൻട്രി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഇത് ഈസി ആയിട്ടുള്ള 50 പോയിൻറ്റ്സ് ആയിരുന്നു നിഫ്റ്റിയിൽ. ഈ 2 ക്യാനിൽ തന്നെ 1 മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ഈ സ്റ്റോക്ക് ഞാൻ കൊടുത്തിട്ടില്ല, ഗ്രൂപ്പിൽ കൊടുത്തിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയണത്. അവിടെ ഒരു 1:1 കൊണ്ട് SL അടിച്ച് കഴിച്ച് നമുക്ക് എൻട്രി ഇല്ല എന്നല്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു സിനാരി വരുമ്പോൾ അതേ പ്രൈസിൽ നമുക്ക് പിന്നെ എൻട്രി എടുക്കാം. അതൊക്കെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറയണത്. ഒരു എൻട്രി നിങ്ങൾക്ക് തരാണ്ടിരിക്കുന്നത് വീഡിയോയിൽ പറയണത് അതാണ്. 50 പോയിൻറ്റ്സ് അവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. നിങ്ങളുടെ മൈൻഡിനെ വളർത്തണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ വേറെ ട്രേഡൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവസാനമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ലേൺ ചെയ്യുക, എന്നാലാണ് ട്രേഡ് സിമ്പിൾ ആവുള്ളൂ. മനസ്സിലായില്ലേ? സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾ നന്നായിട്ട് ലേൺ ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് സിമ്പിൾ ആവുള്ളൂ. നിങ്ങൾ ടെലിഗ്രാമിൽ കയറിയിട്ട് വെറുതെ കോൾസ് നോക്കിയിരിക്കണ ലെവലിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് ചെയ്യണ ലെവലിലേക്ക് എത്തണം. അതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണം. മനസ്സിലായില്ലേ? ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പറയണത് ഞാൻ. നിങ്ങൾക്കും ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കറക്റ്റായിട്ടുള്ള എൻട്രികളുടെ കാര്യമാണ് ഞാൻ പറയണത്. സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ പേടിക്കരുത്. സ്റ്റോപ്പ് ലോസൊക്കെ മാർക്കറ്റിലുണ്ട്. സ്റ്റോപ്പ് ലോസ് കണ്ടു ചെയ്തെന്ന് വെച്ചാൽ അവിടെ ട്രേഡ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റി. സ്റ്റോപ്പ് ലോസ് എത്ര വട്ടം അടിക്കണം അത്ര ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് എത്ര കളയണത് നിങ്ങൾ ഫസ്റ്റ് അത് ചിന്തിക്കുക. 10 പോയിന്റ് നിഫ്റ്റിയിൽ കളയണം. 250 രൂപ പോകണം ഒരു ലോട്ട് എടുക്കണം വരെ. 30 പോയിന്റ് ബാങ്കിനുകളാണ്. 450 രൂപ ഒരു ലോട്ടിന് പോകണം. നിങ്ങളവിടെ എത്ര വട്ടം സ്റ്റോപ്പ് ലോസ് കളഞ്ഞു? ഇതൊക്കെ ഒറ്റ ട്രേഡിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ ട്രേഡ് ചെയ്ത് പഠിക്കുക. അതാണ് ഞാൻ പറയണത്. ഈ 50 പോയിന്റ് എനിക്ക് മാത്രം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഈസിയാണ്. ഈസി സ്റ്റെപ്പുകളുള്ളൂ ട്രേഡിങ് പഠിക്കുക. ഈസി ആയിട്ട് പഠിച്ച് സ്മാർട്ടായിട്ട് പൈസ ഉണ്ടാക്കുക. അതാണ് ട്രേഡിങ്. നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഇങ്ങനെ കോഴ്സ് നോക്കിയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ലേൺ ചെയ്യുക. പ്രോപ്പർ ലേണിംഗ് ഉണ്ടെങ്കിൽ ട്രേഡിങ് സിമ്പിളാണ്. വീണ്ടും ഞാൻ പറയാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മെയിനായിട്ട് അതായത് ലോസിൽ നിൽക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ്, അവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ടെലിഗ്രാം ഫ്രീ ആണ്. ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അവരും ഫ്രീ ആയിട്ട് ഏൺ ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഓക്കെ ബൈ.